സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അധിക വിഭവ സമാഹരണത്തിനുള്ള നിർദ്ദേശങ്ങൾക്കായിരിക്കും ഊന്നലുണ്ടാകുക എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിക്കും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും. 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം എന്നുള്ളൊരാവശ്യം പൊതുവായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിൽ സർക്കാർ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. ജനങ്ങളുടെ നേരിട്ട് കൈകളിലേക്ക് പണമെത്തുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ വർധനയ്ക്ക് ഒരുപക്ഷെ മുതിരുമോ അതോ നിലവിൽ ഈ മുടങ്ങിക്കിടക്കുന്നതൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകാനായിരിക്കുമോ സർക്കാർ ശ്രമിക്കുക എന്നുള്ളത്? റിജിത്ത്, ഈ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ അത് കൊടുക്കണമെങ്കിൽ തന്നെ വലിയൊരു തുക, അതായത് 900 കോടി രൂപയെങ്കിലും ഒരു മാസം, അതനുസരിച്ച് 6 മാസത്തേക്കുള്ള മുടങ്ങിപ്പോയ ക്ഷേമ പെൻഷൻ, അതിന് വലിയൊരു തുക നീക്കി വെക്കേണ്ടി വരും. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ക്ഷേമ പെൻഷൻ കൂട്ടുക എന്നുള്ളത് വലിയ വെല്ലുവിളി കൂടിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്ന്, ജീവനക്കാരുടെ ഈ 2 ഗഡു ക്ഷാമബത്ത പ്രഖ്യാപിക്കാനുള്ള സാധ്യത, കെട്ടിട നിർമ്മാണ മേഖലയിൽ മാന്ദ്യം നേരിടാനുള്ള പാക്കേജ്, ഇതൊക്കെ ബജറ്റിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ പൊതുവെ പുറത്തു വരുന്നു. എന്തൊക്കെയാണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് വൈകാതെ തന്നെ അറിയാനും കഴിയും. നികുതി ഭാരം അടിച്ചേൽപ്പിക്കില്ല എന്നും എന്നാൽ നികുതി പിരിവ് കാര്യക്ഷമമാക്കാൻ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പി എ ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്, വിനിത വി ജി കൊച്ചിയിൽ നിന്നും, രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്നും ചേരും. ആദ്യം നമുക്ക് ഗിരീഷിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. തിരക്കേറിയ ആകാംക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. സംസ്ഥാന ബജറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ധനമന്ത്രി പ്രഖ്യാപിക്കുക? പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, മാന്ത്രിക വടിയൊന്നും കയ്യിലില്ല എന്ന കാര്യം അത് ധനമന്ത്രിയും വ്യക്തമാക്കുന്നുണ്ട്. സൂചനകൾ വരുന്നതും ആ രീതിയിൽ തന്നെയാണ്. പ്രതിപക്ഷത്തിൻ്റെ കയ്യിലേക്ക് വലിയൊരു വടി അത് കൊടുക്കുമോ എന്നുള്ളതെന്നും പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. എങ്ങനെയായിരിക്കും ഇക്കാര്യങ്ങളെ, ഈ വെല്ലുവിളികളെ, സാമ്പത്തിക പ്രതിസന്ധിയെ, ഇതൊക്കെ മറികടക്കാനുള്ള ബജറ്റ് അത് ഏത് രീതിയിലാകും? അതുതന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഗുഡ് മോർണിംഗ് സ്മിത, ഗുഡ് മോർണിംഗ് രജിത്ത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഒരു ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തിലുണ്ടായ വലിയ തരത്തിലുള്ള കുറവ്, അത് 52,000 കോടി രൂപയുടെ കുറവ് 2023-24 സാമ്പത്തിക വർഷം സംസ്ഥാനത്തുണ്ടായി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും അടുത്ത വർഷം ഈ വരുമാനത്തിൽ വലിയ തരത്തിലുള്ള ഇടിവ് വീണ്ടും ഉണ്ടാകും എന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് അവതരിപ്പിക്കുന്ന ബജറ്റ് എന്നുള്ള തരത്തിൽ ഇന്ന് കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റ് ഏറെ ശ്രദ്ധേയമാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാമത്തെ സമ്പൂർണ്ണ ബജറ്റാണിത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ ഉതകുന്ന സാമ്പത്തിക നിർദ്ദേശങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. കാരണം അധിക വിഭവ സമാഹരണത്തിലൂടെ മാത്രമേ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന സംസ്ഥാന സർക്കാർ തിരിച്ചറിയുന്നു. സ്വാഭാവികമായും ഇതനുസരിച്ചുള്ള നടപടികൾ, പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകും. ക്ഷേമ പദ്ധതികൾ, പുതിയതായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇക്കാര്യത്തിൽ നേരത്തെ ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നതിനാൽ ജനങ്ങൾക്ക് ആശ്വാസകരമായ ചില ഇളവുകളും ചില പ്രഖ്യാപനങ്ങളും ഏതായാലും ബജറ്റിൽ ഇടം പിടിക്കുമെന്ന ഉറപ്പാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി മറ്റ് ചില മേഖലകളിലേക്ക് സംസ്ഥാന സർക്കാർ അധിക വിഭവ സമാഹരണത്തിനായി തിരിയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കാരണം സംസ്ഥാനത്തിന് ഈ GST വന്നതിന് ശേഷം നികുതി പിരിക്കാവുന്ന അല്ലെങ്കിൽ കൂടുതലായി നികുതി ഏർപ്പെടുത്താവുന്ന മാർഗങ്ങൾ വളരെ പരിമിതമാണ്. ഇതിൽ 2 ഇനങ്ങൾ, അതായത് മദ്യത്തിന് വില കൂട്ടുന്ന കാര്യം അപ്രായോഗികമാണ് എന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പെട്രോളിനും ഡീസലിനും ഇനി സെസ് ഏർപ്പെടുത്താൻ കഴിയുകയില്ല. കാരണം നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ 2 രൂപയുടെ സെസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് പിൻവലിക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സെസ് എന്തായാലും ബജറ്റിൽ പിൻവലിക്കില്ല എന്നും ധനമന്ത്രി നേരത്തെ തന്നെ കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്ക് സർക്കാർ ഫീസ്, അതോടൊപ്പം വിവിധ മേഖലകളിൽ സർക്കാർ നൽകുന്ന സേവനങ്ങൾ, ഇവയ്ക്കുള്ള ഫീസ്, ഒരു നിശ്ചിത ഫീസ് ഏർപ്പെടുത്തുന്ന കാര്യമാണ് മറ്റൊന്ന് ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇത് ഒരു സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് ഇത്തരത്തിൽ ഒരു ഫീസ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ധനകാര്യ വകുപ്പ് നേരത്തെ തന്നെ ആലോചിക്കുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് പഠിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ തന്നെ സർക്കാർ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിൽ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുമുള്ള നടപടികൾക്ക് സർക്കാർ ഊന്നൽ നൽകുമോ എന്നുള്ള കാര്യത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ഉയർത്തണമെന്ന ഒരാവശ്യം കാലങ്ങളായി സർക്കാരിന്റെ മുമ്പിലുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും? 20 രൂപയുടെ ഒരു വർധന ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. പക്ഷേ നേരത്തെ സ്മിത തന്നെ സൂചിപ്പിച്ച പോലെ ബജറ്റ് വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലേക്കുള്ള ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. മറ്റൊന്ന്, ഇത് നമ്മുടെ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടാണ്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. 800 കോടി രൂപ സപ്ലൈകോയ്ക്ക് നൽകാനുണ്ട്. ഈ തുക കണ്ടെത്തണം.
നൽകണം. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയാണ്. ഈ കുടിശ്ശികയിൽ 2 ഗഡു DA എങ്കിലും അനുവദിക്കാൻ സർക്കാർ തയ്യാറാകും എന്ന ഒരു പ്രതീക്ഷയും ഒരു സൂചനയും ബജറ്റ് നൽകുന്നുണ്ട്. മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണെങ്കിൽ ഭൂമിയുടെ ന്യായവില 20% കഴിഞ്ഞ ബജറ്റിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്ന ഒരു പൊതുവിലയിരുത്തൽ സർക്കാരിനുണ്ട്. കാരണം ഭൂമി ഇടപാടുകൾ കുറഞ്ഞു, ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായി. സ്വാഭാവികമായും ഈ മേഖലയ്ക്ക് ചില ഇളവുകൾ നൽകിയേക്കും എന്ന ഒരു പ്രതീക്ഷ ഈ മേഖലയിലുള്ളവർ വെച്ചു പുലർത്തുന്നു. എന്നാൽ കെട്ടിട നിർമ്മാണ മേഖല, ദേശീയ തലത്തിൽ തന്നെ കെട്ടിട നിർമ്മാണ മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു മാന്ദ്യം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇത് മറികടക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജിനുള്ള സാധ്യതയും ഈ ബജറ്റിലുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകൾക്ക് ഒരു പരിഗണന നൽകിക്കൊണ്ട് എന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക നില പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ അധിക വിഭവ സമാഹരണത്തിന് കൃത്യമായ ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായിരിക്കും ഈ ബജറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിക്കണമെന്ന ഒരു ആവശ്യം ഇടതുമുന്നണി തന്നെ സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങളും ഉള്ളത്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കുമായിരിക്കും ഈ ബജറ്റിൽ കൂടുതൽ ഊന്നൽ നൽകുക എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി കേരളത്തെ മാറ്റുക, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ അതിന്റെ ഈ പദ്ധതികൾ തുടരുക എന്നുള്ളത് തന്നെയാണ് ബജറ്റിൽ പ്രധാനമായും ലക്ഷ്യമാക്കുക. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, KN ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിൽ അവതരിപ്പിക്കുന്ന ബജറ്റ് സ്വാഭാവികമായും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് സ്മിത. ഗിരീഷ്, ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം പരിശോധിക്കുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഒരു പോംവഴി. ഇപ്പോൾ ഗിരീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഈ നികുതി പിരിവിൻ്റെ കാര്യത്തിൽ സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സജീവമായി നിൽക്കുന്നു. ഇന്ധന സെസ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത് യാതൊരു തരത്തിലും പ്രയോജനകരമായില്ല. അത് എന്തിനു വേണ്ടിയായിരുന്നോ ഉദ്ദേശിച്ചത് അതുപോലും നടപ്പിലായില്ല എന്നുള്ള വിമർശനം സജീവമായി പ്രതിപക്ഷം ഉയർത്തുന്ന പശ്ചാത്തലം, ഇതിനൊക്കെ ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൂടി സർക്കാരിന് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ധന സെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് തുടരും. അതേസമയം തന്നെ മറ്റു ചില വിലയിരുത്തലുകൾ വരുന്നത് അത് മറ്റേതെങ്കിലും മേഖലയിലേക്ക് മാറ്റുമോ എന്നുള്ള ചോദ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ. നേരത്തെ ഗിരീഷ് തന്നെ കാണിച്ചതുപോലെ സപ്ലൈകോ വിലക്കയറ്റം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തലോടൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ, ഇതിനൊക്കെ ഈ പ്രതിസന്ധികളൊക്കെ ഏത് തരത്തിൽ മറികടക്കാനുള്ളൊരു മാന്ത്രിക തന്ത്രമായിരിക്കും KN ബാലഗോപാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാണ് ഗിരീഷ്? ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ധനമന്ത്രി തന്നെ നേരത്തെ ചില വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. അതായത് പെട്രോളിന്റെയും ഡീസലിന്റെയും 2 രൂപ സെസ് ഏർപ്പെടുത്തുന്നത് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പിരിക്കാൻ കഴിഞ്ഞത് 750 കോടി രൂപയാണ് ഈ ഇന്ധന സെസ്സിലൂടെ പിരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകുന്നതിന് മാത്രമായി 900 കോടി രൂപ വേണ്ടിവരുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഈ ഇന്ധന സെസ് ഒരു പരാജയമാണെന്ന ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇന്ധന സെസ് ഏർപ്പെടുത്തിയ ശേഷം വൻകിട വാഹനങ്ങൾ അല്ലെങ്കിൽ വലിയ ലോറികൾ, ചരക്ക് വാഹനങ്ങളൊക്കെ സംസ്ഥാനത്തിന് പുറത്തുപോയി ഇന്ധനം നിറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ധന സെസ് പിൻവലിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂലമായ ഒരു തീരുമാനമെടുക്കാനിടയില്ല. പ്രത്യേകിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റ് മേഖലകൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നിലവിലുള്ള ഒരു വരുമാന മാർഗം ഉപേക്ഷിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. മറിച്ച് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് വിൽപ്പന നികുതിയിലൂടെ കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്നതിനുള്ള സർക്കാരിന്റെ ഒരു ശ്രമം ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി സ്വകാര്യ നിക്ഷേപത്തെ കൂടുതലായി ആകർഷിക്കുക, ഈ ഒരു മാർഗം മാത്രമാണ് സർക്കാരിന്റെ മുമ്പിലുള്ളത്. കാരണം വിപണിയിലേക്ക് പണം എത്തിക്കുക, ഇത് ആൾക്കാരിലേക്ക് വന്ന ക്രയവിക്രയത്തിലൂടെ വിൽപ്പന നികുതിയായി സർക്കാരിലേക്ക് തിരിച്ചെത്തുക. സ്വാഭാവികമായും ഈ ഒരു മാർഗത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാകും ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുക. അതോടൊപ്പം നികുതി പിരിവ് 30,000 കോടിയോളം രൂപ സംസ്ഥാനത്ത് നികുതി കുടിശ്ശികയായിട്ടുണ്ട്. ഇത് പിരിച്ചെടുക്കുന്നതിനുള്ള ഊർജിതമായ പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ ധനമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പിന്തുടർന്നിരുന്ന നികുതി കുടിശ്ശിക അടയ്ക്കുന്നവർക്ക് പ്രത്യേക ഇളവ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലേക്ക് ഒരുപക്ഷെ സർക്കാർ കടന്നേക്കും. അപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നത് GST വന്നതിന് ശേഷമുള്ള ചില സാങ്കേതികമായ നടപടിക്രമങ്ങളുണ്ട്. ചില കേസുകളിൽ പലതും കോടതിയിൽ സ്റ്റേയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറ്റാവുന്ന
കഴിയാവുന്നിടത്തോളം നികുതി പിരിവ് ഊർജിതമാക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിന് മുമ്പിലുള്ള ഏക പോംവഴി. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തിൽ വലിയ തരത്തിലുള്ള കുറവുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തിന്റെ ഒരു കണക്കനുസരിച്ച് തന്നെ ഈ 2024-25 വർഷത്തിൽ ഒരു ചെറിയ മാന്ദ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് വരുമാനത്തിൽ വലിയ തരത്തിലുള്ള ഇടിവുണ്ടാക്കും. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ മറ്റ് മേഖലകളിലേക്ക് സർക്കാർ കടക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് അധിക ഫീസാകാം, സർക്കാർ സേവനങ്ങൾക്ക് നൽകുന്ന ഒരു നിശ്ചിത ഫീസ്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും സേവനങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് സർക്കാർ കടന്നേക്കും. പക്ഷേ അപ്പോഴും സാധാരണക്കാരായ ജനങ്ങളെ, അതായത് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രം ഇത് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ തിരിയും എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോഴുള്ളത്. റീജിത്ത്. ശരി, വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഗിരീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ചില സർക്കാർ സേവനങ്ങൾക്ക് നിരക്ക് കൂടാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പൊതുവെ അങ്ങനെ വരുത്തുന്നുണ്ട്. മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതിലൊന്നും തൊടില്ല എന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വലിയ നികുതി ഭാരമോ മറ്റോ അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ഈ ഭൂമിയുടെ ന്യായവിലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ന്യായവില കൂട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, അതിനെ മറികടക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള അതൊക്കെ നമ്മൾ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യം.